നിലാതീരത്ത് വലിയ രീതിയിൽ ഭക്തജനങ്ങളുടെ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം ധാരാളം വിവിധ നാടുകളിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട് സന്യാസി ശ്രേഷ്ഠന്മാരും ഈ ഒരു നിലാതീരത്തേക്ക് ത്രിമൂർത്തി സംഗമ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 19-ാം തീയതിയായ ഇന്ന് ഈ ഔദ്യോഗികമായിട്ട് മഹാകുംഭമേള കേരളത്തിൻ്റെ കുംഭമേളയ്ക്ക് തുടക്കമാവുകയാണ്. രാവിലെ തന്നെ നിലാസ്നാനം ഉണ്ടായിരുന്നു. ആ നിലാസ്നാനം മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു നടന്നത്. ആ നിലാസ്നാനം നിരവധി സന്യാസി വര്യന്മാരും അതുപോലെ തന്നെ മറ്റ് വിശ്വാസി സമൂഹവുമൊക്കെ വിശ്വാസികളെല്ലാവരും ഒരുമിച്ച് നിളയിൽ രാവിലെ ഒരു 8:30 ശേഷമായിരുന്നു നിലാസ്നാനം നടത്തിയത്. ആ നിലാസ്നാനം നടന്ന് പിന്നീട് നിലാസ്നാനത്തിന് ശേഷം അടുത്തതായി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ കുംഭമേളയിൽ ഗവർണറുടെ നേതൃത്വത്തിൽ ഈ ധ്വജാരോഹണം. ഏതായാലും ആ ധ്വജാരോഹണമാണ് ഏതാനും നിമിഷത്തിനകം നടക്കാൻ പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ചടങ്ങ് 250 വർഷം മുമ്പ് വളരെ വിപുലമായിട്ട് നടന്ന ചടങ്ങാണ്. അത്തരത്തിൽ വിപുലമായി നടന്ന ആ ചടങ്ങ് പിന്നീട് ബ്രിട്ടീഷുകാരും മറ്റും ഇടപെട്ടതിനെ അലങ്കോലപ്പെടുത്തുന്ന അതിനെ പിന്നീട് നടത്താൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു. ഏതായാലും ആ ഒരു ചടങ്ങ് പണ്ട് എത്രത്തോളം വിപുലമായാണോ നടന്നിട്ട് അതേപോലെ വലിയ വിപുലമായിട്ട് തന്നെ ചടങ്ങ് നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അതിനിപ്പോൾ ഗവർണർ ആ ധർമ്മധ്വജം ഉയർത്തുന്നതോടുകൂടെ തന്നെ ഈ കുംഭമേളയ്ക്ക് തുടക്കമാവുകയാണ്. വിവിധ നാടുകളിൽ നിന്ന് വിവിധ ദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ കുംഭമേളയിലേക്ക് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് വലിയ തിരക്ക് കുംഭമേളയിൽ അനുഭവപ്പെടുന്നതിന് വേണ്ടിയുള്ള സാധ്യത വളരെ ഏറെയാണ് എന്നുള്ളതാണ്. കുംഭമേള നടക്കുന്ന ഈ ത്രിമൂർത്തി സംഗമ വേദി അതല്ലെങ്കിൽ ഈ നിലാതീരം ഇത് ഏറെ വിശേഷപ്പെട്ടതാണ്. ഈ മണ്ണ് വളരെയേറെ വിശേഷപ്പെട്ടതാണ്. ഒരു വശത്ത് നവാമുകുന്ദൻ ക്ഷേത്രം, ആ നവാമുകുന്ദ ക്ഷേത്രത്തിന് തൊട്ട് അടുത്തായി ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം. ആ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ബ്രഹ്മക്ഷേത്രങ്ങൾ തന്നെ വളരെ അത്യപൂർവമാണ്. അതിൽ തന്നെ ഈ ബ്രഹ്മക്ഷേത്രത്തിൽ ബ്രഹ്മാവിന് 4 മുഖങ്ങളുണ്ട് എന്നുള്ളതാണ്. ആ 4 മുഖങ്ങളോട് കൂടിയുള്ള ബ്രഹ്മാവിൻ്റെ വിഗ്രഹം അത്യപൂർവമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് മഹാദേവ ക്ഷേത്രവുമുണ്ട്. അങ്ങനെ ത്രിമൂർത്തികൾ സംഗമിക്കുന്ന ഈ ഭൂമിയിൽ ആ ത്രിമൂർത്തി ക്ഷേത്രങ്ങൾക്ക് മധ്യത്തിലൂടെയാണ് നിളാനദി കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ മാഘമാസത്തിൽ ഈ ത്രിമൂർത്തി സംഗമ ഭൂമിയിൽ നിളാനദിയിൽ സ്നാനം ചെയ്യുക എന്നുള്ളത് വലിയ രീതിയിൽ ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളതാണ്. ദേശത്തിൻ്റെ രക്ഷയ്ക്കും ജനങ്ങളുടെ അഭിവൃദ്ധിക്കുമായി പരശുരാമൻ്റെ അഭ്യർത്ഥന പ്രകാരം ബ്രഹ്മദേവൻ യാഗം ചെയ്ത പുണ്യഭൂമി കൂടെയാണ് തിരുനാവായ. അതിവിശിഷ്ടമായ മാഘമാസത്തിലാണ് ബ്രഹ്മദേവൻ മുൻപ് യാഗം നടത്തിയത്. യാഗസമയത്ത് ഗംഗാദേവിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലെ സമസ്ത പുണ്യതീർത്ഥങ്ങളും നിളാനദിയിൽ സംഗമിച്ചുവെന്നും അങ്ങനെ നിള ഭാരതപ്പുഴയായി മാറിയെന്നുമാണ് ഐതിഹ്യം ഉള്ളത്. സപ്തർഷികളും ദേവതകളും പങ്കെടുത്ത ഈ യാഗത്തിൻ്റെ സ്മരണാർത്ഥം പണ്ട് കാലങ്ങളിൽ വിപുലമായിട്ട് തന്നെ എല്ലാ വർഷവും മാഘമാസത്തിൽ പുണ്യതീർത്ഥങ്ങളുടെ സാന്നിധ്യം ഈ നിളയിൽ ഉണ്ടാവുമെന്നുള്ളതിനാൽ തന്നെ നിളയിൽ വലിയ രീതിയിൽ മാഘമഹോത്സവം ആഘോഷിച്ചിരുന്നു. എന്നാൽ ആ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആഘോഷിച്ച മാഘമഹോത്സവം പിന്നീട് തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ടായി. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാരുടെയും മറ്റുമൊക്കെ ഇടപെടലോടുകൂടെയാണ്. അല്ലെങ്കിൽ അവർ ബോധപൂർവം ആ ചടങ്ങിനെ തടസ്സപ്പെടുത്തി ആ ഒരു കുംഭമേള തന്നെ കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമാവുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് 2016 മുതൽ തന്നെ ഈ ഒരു കുംഭമേള കേരളത്തിൽ മാഘമഹോത്സവം എന്ന തരത്തിൽ നിളാതീരത്തും തിരൂരിലുമൊക്കെ ആയിട്ട് നടക്കുകയുണ്ടായി. അങ്ങനെ ചെറിയ രീതിയിൽ നിളാതീരത്ത് നടന്ന ആ 2016 മുതൽ വരികയായിരുന്ന ആ ചടങ്ങാണ് ഇത്തവണ വളരെ വിപുലമായിട്ട് തന്നെ നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ട് ഇപ്പോൾ അത്തരത്തിൽ
ഈ ഒരു ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 16-ാം തീയതി മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. 16-ാം തീയതി മുതൽ പിതൃക്രിയകളായിരുന്നു നടന്നിരുന്നത്. മഹാശിവരാത്രിക്ക് തൊട്ട് മുൻപ് വരുന്ന മൗനി അമാവാസിയായി ഇന്നലെ പിതൃക്കൾക്ക് ഏറ്റവും ശക്തരാകുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനങ്ങളോടെ പുണ്യനദിയിൽ സ്നാനം ചെയ്ത് പിതൃക്കളെ സ്മരിച്ചാൽ പൂർവ്വ പരമ്പരയിൽ വന്നു ഭവിച്ച എല്ലാ ദോഷങ്ങളും മാറി ജീവിതം ഐശ്വര്യപൂർണ്ണമാവും എന്നുള്ളതായിരുന്നു വിശ്വാസം. ആ വിശ്വാസത്തിൽ ഒരുപാട് ആളുകളായിരുന്നു ഇന്നലെയൊക്കെ നിളാനദിയിലേക്ക് എത്തി അവിടെ സ്നാനം നടത്തുകയുണ്ടായത്. ഇപ്പോഴേതായാലും ഇന്ന് ജനുവരി 19 മാഘമാസം ആരംഭം, മാഘഗുപ്ത നവരാത്രി ആരംഭ ദിനമാണ്. ആ മാഘഗുപ്ത നവരാത്രി ആരംഭത്തിലാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ ഈ കുംഭമേളയ്ക്ക് ധ്വജാരോഹണം നടത്താൻ പോകുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ വ്രതാനുഷ്ഠാനത്തോടെ പുണ്യനദിയിൽ സ്നാനം നടത്തുന്നത് ശ്രേയസ്കരമാണ് എന്നുള്ളതാണ്. ഒപ്പം ഭാരതപ്പുഴ ആരംഭിക്കുന്ന തമിഴ്നാട്ടിലെ തിരുമൂർത്തി മലയിൽ നിന്ന് ഇന്നിപ്പോൾ രഥയാത്രയും തിരുനാവായിലേക്ക് പുറപ്പെടുന്നുണ്ട്. ആ തിരുമൂർത്തി മലയിൽ നിന്ന് ആരംഭിക്കുന്ന രഥയാത്ര 22-ാം തീയതിയാണ് തിരുനാവായിലേക്ക് എത്തുക. ഒരു തിരുമൂർത്തി സംഗമവേദിയിൽ നിന്ന് മറ്റൊരു ത്രിമൂർത്തി സംഗമവേദിയിലേക്ക് ആ രഥയാത്ര നടക്കുന്നു. ഒപ്പം വരും ദിവസങ്ങളിലൊക്കെ ഈ നിളാനദിയിൽ സ്നാനം നടത്തുന്നത് വളരെ ശ്രേയസ്കരം, ഐശ്വര്യവും മറ്റുമൊക്കെ നൽകും എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. ജനുവരി 22 ഗണേശ ജയന്തി, ജനുവരി 23 വസന്ത പഞ്ചമി, ജനുവരി 25 രഥസപ്തമി, 26 ഭീഷ്മാഷ്ടമി, 29 മഹാനവമി, 30 ഗുപ്ത വിജയദശമി, 31 ജയ ഏകാദശി, ഫെബ്രുവരി 1 മാഘപൂർണിമ തൈപ്പൂയം, ഫെബ്രുവരി 3 മാഘ നക്ഷത്ര യതിപൂജ എന്നിങ്ങനെ വിശേഷപ്പെട്ട ദിനങ്ങളുണ്ട്. ആ വിശേഷപ്പെട്ട ദിനങ്ങളിലൊക്കെ ഈ കുംഭമേള നടക്കുന്ന ഭൂമിയിലേക്ക് എത്തി ഇവിടെ സ്നാനം നടത്തിയാൽ വലിയ പുണ്യമായിരിക്കും എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗവർണർ ധ്വജാരോഹണത്തായിട്ട് നവാമുകുന്ദ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഗവർണർ നവാമുകുന്ദ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കേരളത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അദ്ദേഹം ഈ ഒരു കുംഭമേളയ്ക്ക് ധ്വജാരോഹണം നടത്താൻ പോവുകയാണ്. അദ്ദേഹത്തെ മന്ത്രങ്ങളുമായി വിശ്വാസികൾ വരവേൽക്കുന്നു. ഹരേ രാമ ഹരേ കൃഷ്ണ കീർത്തനങ്ങൾ, ജപങ്ങൾ ഈ നവാമുകുന്ദ ക്ഷേത്രത്തിൽ അന്തരീക്ഷത്തിൽ ഉയരുന്നു. അദ്ദേഹം ചിലപ്പോൾ ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷമായിരിക്കാം ഈ കുംഭമേളയുടെ ധ്വജാരോഹണത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആ ക്ഷേത്ര ദർശനത്തിനാണ് ആദ്യം കടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നിളാനദിയിൽ ഇറങ്ങിയതിന് ശേഷമായിരിക്കണം ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം പുറപ്പെടുക. ഏതായാലും മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം തൊട്ടടുത്ത് തന്നെ ഗവർണറോടൊപ്പമുണ്ട്. അദ്ദേഹം ഗവർണർ ക്ഷേത്ര ദർശനത്തിനായി ഇപ്പോൾ നവാമുകുന്ദ ക്ഷേത്രത്തിലേക്ക് കടക്കുകയാണ്. വളരെ പ്രസിദ്ധമായ നവാമുകുന്ദ ക്ഷേത്രം, എല്ലാ ദിവസവും ബലി നടക്കുന്ന ക്ഷേത്രം. ഭാരതപ്പുഴയോരത്ത് നൂറ്റാണ്ടുകളായി സ്ഥിതി ചെയ്യുന്ന ആ നവാമുകുന്ദ ക്ഷേത്രത്തിനകത്തേക്ക് ഗവർണർ പ്രവേശിച്ചിരിക്കുന്നു. ഇനി അദ്ദേഹം ക്ഷേത്ര ദർശനം പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഈ കുംഭമേളയുടെ ധ്വജാരോഹണത്തിനായിട്ട് വരിക എന്നുള്ളതാണ്. ശ്യാം. കേരളത്തിൻ്റെ അഭിമാനമായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തന്നെയാണ് ഈ സ്വത്വബോധം വീണ്ടെടുക്കുന്ന മഹനീയമായ ഈ ചടങ്ങിൽ, ധന്യമായ ഈ നിമിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നിർവഹിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഈ കുംഭമേളയുടെ ധർമ്മധ്വജം, ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം
നമ്മളെയും രക്ഷിക്കും എന്നതാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളിലൊന്ന്. ധർമ്മത്തെ നമ്മൾ രക്ഷിക്കണം, എന്നാൽ മാത്രമേ ധർമ്മത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അത്രമേൽ പവിത്രമായ ഒരു സന്ദേശം ലോകത്തിന്, വിശ്വം മുഴുവൻ നൽകുന്ന ഒരു സംസ്കാരം, അതാണ് സനാതനധർമ്മം. ജീവിതശൈലിയാണ്. ഈ പവിത്രമായ പുണ്യഭൂമിയിൽ ജനിക്കുക എന്നത് തന്നെ അത്രമേൽ സൗഭാഗ്യകരമായ ഒരു കാര്യമാണെന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ ദേശീയ ധാരയിൽ ശക്തമായി തന്നെ പ്രവർത്തനങ്ങൾ നടത്തിയ സ്വാമി വിവേകാനന്ദനെ പോലുള്ളവരൊക്കെ ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ശങ്കരൻ്റെ മണ്ണിൽ, തുഞ്ചൻ്റെ മണ്ണിൽ, പൂന്താനത്തിൻ്റെ മണ്ണിൽ ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ഒക്കെയുള്ള ആ നവോത്ഥാന നായകന്മാരുടെ മണ്ണിലാണ് വീണ്ടും ഇതാ സ്വത്വത്തെ വീണ്ടെടുത്തുകൊണ്ട് 2.5 നൂറ്റാണ്ടിനപ്പുറം ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ദുഷ്ടലാക്കുകൊണ്ട് ഇല്ലാതായിപ്പോയ ഒരു പവിത്രമായ ചടങ്ങിത വീണ്ടും ഈ മണ്ണിൽ ഉദിച്ചുയരുകയാണ്. അതിൻ്റെ ധന്യമായ നിമിഷങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ ജനൻ TV-യുടെ ടെലിവിഷൻ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യം 9 മണിക്ക് തന്നെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഇന്ന് സന്യാസി ശ്രേഷ്ഠന്മാർ പുണ്യസ്നാനം, വേദമന്ത്രങ്ങളുടെ മുഖരിതമായ അന്തരീക്ഷത്തിൽ, അത്രയും പരിപാവനമായ അന്തരീക്ഷത്തിലാണ് സന്യാസി ശ്രേഷ്ഠരുടെ നേതൃത്വത്തിൽ. എടുത്തു പറയേണ്ട ഒരു പേര് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് മറ്റാരുടേതുമല്ല, ജുനാഖാഡയുടെ മഹാമണ്ഡലേശ്വർ സ്വാമിജി ആനന്ദവനം ഭാരതി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സ്വത്വബോധം ഉണർത്തിക്കൊണ്ടുള്ള കുംഭമേള തിരുനാവായിൽ നാവാമുകുന്ദൻ്റെ മണ്ണിൽ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. പുണ്യസ്നാനം കഴിഞ്ഞു. അതിനുശേഷം ആ പുണ്യസ്നാനത്തിൽ എല്ലാ സന്യാസി ശ്രേഷ്ഠരും മഹത് വ്യക്തികളും എല്ലാവരും സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവർ, വിവിധ മേഖലകളിൽ നിന്ന് എത്തിയവരൊക്കെ ചേർന്ന് ഒരുമിച്ച് ഒരേ ശ്വാസത്തിൽ മനസ്സിൽ ഭക്തിയും ദേശീയതയും ഉണരുന്ന വളരെ മനോഹരമായ ആ നിമിഷത്തിൽ പുണ്യസ്നാനം ചെയ്തു. അതിനുശേഷം ഇനി നടക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ചടങ്ങ്, അത് ധർമ്മധ്വജാരോഹണമാണ്. അത് നിർവഹിക്കുന്നത് മറ്റാരുമല്ല, കേരളത്തിൻ്റെ അഭിമാനമായ, ഏറെ പ്രിയങ്കരനായ നമ്മുടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. അദ്ദേഹം നാവാമുകുന്ദൻ്റെ മണ്ണിലെത്തി. അതിനുശേഷം തിരുനാവായ ദേവസ്വം ഓഫീസിലേക്ക് എത്തി. അവിടുന്ന് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് വളരെ ഭക്തിപൂർവ്വം പുറത്തേക്ക് ഇറങ്ങി നവാമുകുന്ദനെ കാണാൻ ഇതാ ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹം തിരിച്ചു വരും. അതിനുശേഷമായിരിക്കും കുംഭമേളയുടെ വരവറിയിക്കുന്ന, ധർമ്മത്തെ ലോകത്തിനു മുന്നിൽ സധൈര്യം ഉയർത്തിക്കാണിക്കുന്ന സനാതനധർമ്മത്തിൻ്റെ ആ മഹത്തരമായ സന്ദേശം വിശ്വം മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള കുംഭമേളയുടെ ഈ പവിത്രമായ ചടങ്ങ്, ധർമ്മധ്വജാരോഹണം, അത് നിർവഹിക്കും. അരുൺ, മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ് അവിടെ ഉള്ളത്? ശ്യാമ, മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം അദ്ദേഹമാണ് ഈ ചടങ്ങുകൾക്കും മറ്റുമൊക്കെ നേതൃത്വം നൽകുന്നത്. അതുപോലെ തന്നെ മറ്റ് വിവിധ ആശ്രമങ്ങളിൽ നിന്നുള്ള സന്യാസി വര്യന്മാർ ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ മുതിർന്ന കാര്യകർത്താവായ ഈശ്വർജി ഉൾപ്പെടെയുള്ള മുതിർന്ന കാര്യകർത്താക്കളും ഇവിടെ ഉണ്ട്. ഏതായാലും നമുക്കറിയാം, ഈ കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം കുംഭമേളയിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് സന്യാസിമാർക്ക് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ട് തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ നാടുകളിൽ നിന്നൊക്കെ സന്യാസി ശ്രേഷ്ഠന്മാർ ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഒക്കെ കണ്ട കാഴ്ചത്താണ്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ, വിവിധ ആശ്രമങ്ങളിൽ നിന്നുള്ള സന്യാസിമാരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മോഹൻജി അദ്ദേഹവും അല്പസമയം മുൻപ് എത്തുകയുണ്ടായി. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 സന്യാസി ശ്രേഷ്ഠന്മാർ എന്നുള്ളത് ഒന്ന് മോഹൻജിയും അതുപോലെ തന്നെ സ്വാമി മഹാമണ്ഡലേശ്വർ ആനന്ദവനം അദ്ദേഹവുമാണ്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഓരോ നാടുകളിൽ നിന്നുള്ള, പാലക്കാട്, തൃശ്ശൂർ, അതുപോലെ കണ്ണൂർ, കാസർഗോഡ് തുടങ്ങി വിവിധ ജില്ലകളിൽ നിന്നുള്ള ജില്ലകളിലെ ആശ്രമങ്ങളിൽ നിന്നുള്ള സന്യാസി വര്യന്മാർ ഈ ഒരു ചടങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും
അടുത്ത ദിവസങ്ങളിലൊക്കെ അത്തരത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉള്ള സന്യാസിമാർ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സന്യാസിമാരുടെ അനുഗ്രഹം നേടുക എന്നുള്ളത് കൂടെ ഇവിടെ എത്തുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അതുകൂടെ കണക്ക് കൂട്ടിയാണ് ഓരോരുത്തരും ഇവിടേക്ക് എത്തുന്നത്. കാരണം സന്യാസി ശ്രേഷ്ഠന്മാർക്കൊപ്പം സ്നാനം നടത്തുക, തുടർന്ന് അവരുടെ അനുഗ്രഹം വാങ്ങുക, മാത്രമല്ല വിവിധ ആധ്യാത്മിക പ്രഭാഷണങ്ങളും അതുപോലെ സാംസ്കാരിക പരിപാടികളും ഒക്കെ തുടർന്ന് ഈ ഒരു ധ്വജാരോഹണം കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അത്തരം പരിപാടികളൊക്കെ ഈ നിള നദീതീരത്തെ ഒരുക്കിയിട്ടുണ്ട്. 2028 ഒരു മഹാകുംഭമേള കേരളത്തിൽ നടത്തുക എന്നുള്ളതായിരുന്നു സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അവർ കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു തുടക്കം എന്നോണം ഈ 2026 ആരംഭിക്കുമ്പോൾ തന്നെ വലിയ ഒരു ജനപങ്കാളിത്തം, വലിയ വിശ്വാസികളുടെ പങ്കാളിത്തം, വിവിധ സന്യാസി ശ്രേഷ്ഠന്മാരുടെ പങ്കാളിത്തം, ഇതൊക്കെ ഈ ആദ്യ ശ്രമത്തിൽ തന്നെ അല്ലെങ്കിൽ പ്രഥമ ഉദ്യമത്തിൽ തന്നെ അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ആ സനാതനധർമ്മത്തിന് നേരെ ഉണ്ടാവുന്ന വെല്ലുവിളികൾ ഈ സമകാലീന സമൂഹത്ത് അതേറെ ചർച്ചയാവുന്ന വേളയിൽ കൂടെയാണ് ഇങ്ങനെ വലിയ സ്വീകാര്യത ഇപ്പോൾ തന്നെ ഈ കുംഭമേളയ്ക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം നമുക്കറിയാം ഈ ഒരു കുംഭമേളയ്ക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നിളാ നദീതീരത്ത് പുരോഗമിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ഭാരതപ്പുഴയുടെ മധ്യഭാഗത്ത് ഈ ത്രിമൂർത്തി സംഗമ സ്ഥാനത്തെ ഭാരതപ്പുഴയുടെ മധ്യഭാഗത്ത് 16 ഏക്കറോളം വരുന്ന ഭൂമി, അവിടെ ഭാരതപ്പുഴയുടെ മധ്യഭാഗം മണൽപ്പരപ്പല്ല, കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെ കാട് പിടിച്ച് കിടക്കുകയായിരുന്ന ആ ഭൂമിയെ വലിയ രീതിയിൽ മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റുമൊക്കെ ഉപയോഗിച്ച് അവിടെ വൃത്തിയാക്കിയെടുക്കുകയായിരുന്നു. അങ്ങനെ മാസങ്ങൾ നീണ്ട പരിശ്രമം, ആ പരിശ്രമത്തിനൊടുവിൽ അതെല്ലാം വൃത്തിയാക്കി മാറ്റിയെങ്കിലും പിന്നീട് ആ ഒരു മണൽപ്പരപ്പിൽ വിവിധ വേദികൾ ക്രമീകരിച്ച് നമ്മൾ ഉത്തർപ്രദേശിലൊക്കെ കുംഭമേളയ്ക്ക് കണ്ടതുപോലെ ആ നദിയുടെ മധ്യഭാഗത്തായിട്ട് വിവിധ പരിപാടികൾ, ആധ്യാത്മിക പ്രഭാഷണങ്ങളാണെങ്കിലും സാംസ്കാരിക പരിപാടികളാണെങ്കിലും അതുപോലെ തന്നെ സ്നാനവും ആരതിയും ഒക്കെ ആ മണൽപ്പരപ്പിൽ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതിനെ തടസ്സപ്പെടുത്തുന്ന സ്ഥിതികൾ ഉണ്ടായി. ആ മണൽപ്പരപ്പിലേക്ക് കടന്നു ചെല്ലുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ താൽക്കാലിക പാലത്തിന് സ്റ്റോപ്പ് മെമ്മോ ഒക്കെ നൽകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുവെങ്കിലും എനിക്കിപ്പോൾ ഓർമ്മയിൽ വരുന്നത് ഇപ്പം കന്യാകുമാരിയിൽ വിവേകാനന്ദ കേന്ദ്രം അവിടെ പണിയാനായി ഒരു വലിയ മൂവ്മെൻറ്റ് ഏകനാഥ് റാനഡേജിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അന്ന് ആ ഒരു ദേശീയ മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ അത്രമേൽ ഗംഭീരമായ ഒരു ദേശീയ ബോധത്തിന് എതിര് നിന്ന ഒരേ ഒരു സർക്കാർ അന്നത്തെ കേരള സർക്കാരാണ്. അപ്പോൾ ഇത് ആദ്യത്തെ പരിപാടിയല്ല. ദേശീയതയ്ക്ക് എപ്പോഴൊക്കെ ശക്തമായ ഉണർവുണ്ടാകുമ്പോഴും അപ്പോഴൊക്കെ അന്നത്തെ ഇന്നത്തെയൊക്കെ സർക്കാരുകൾക്ക് എന്തോ ഈ കാര്യത്തിലൊരു മടിയാണ്, ഒരു മുഖം തിരിക്കലാണ്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അരുൺ, തീർച്ചയായിട്ടും ശ്യാമ, എല്ലാ കാലത്തും ഇത്തരത്തിൽ നമുക്കറിയാം ഈ ദേശീയവാദികൾ ഒത്തുകൂടുമ്പോൾ ആ ദേശീയതയ്ക്ക് ഒരു ശക്തി ലഭിക്കുമ്പോൾ ആ സമയത്തൊക്കെ അതിനെ തടസ്സപ്പെടുത്തുന്ന സ്ഥിതികൾ പലപ്പോഴായി ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഗവർണർ നവാബ് മുകുന്ദനെ വണങ്ങിയതിന് ശേഷം അദ്ദേഹം തിരിച്ച് ദേവസ്വം ഓഫീസിലേക്ക് പോയിരിക്കുകയാണ്. ആ ദേവസ്വം ഓഫീസിൽ നിന്നും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഈ ധ്വജാരോഹണ സ്ഥലത്തേക്ക് അദ്ദേഹം കേരളീയ വേഷത്തിലാണ് അദ്ദേഹം നവാബ് മുകുന്ദൻ്റെ മണ്ണിലേക്ക് എത്തിയത്. അവിടെ നിന്നും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം വസ്ത്രം മാറിയതിന് ശേഷം ഈ ധർമ്മധ്വജാരോഹണത്തിനായിട്ട് എത്തും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ ദേശീയവാദികൾ എപ്പോഴൊക്കെ ഒരുമിക്കുന്നുവോ ആ സമയത്തൊക്കെ അതിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ മാത്രമല്ല രാജ്യത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട്. അത് സ്വതന്ത്ര സമര പോരാട്ട കാലഘട്ടത്തിലൊക്കെ അത്തരത്തിലായിരുന്നു. പലപ്പോഴും സ്വാതന്ത്ര്യ സമര സേനാനികളായി നമ്മുടെ ഒരുപാട് ഋഷിവര്യന്മാർ, സന്യാസിമാരൊക്കെ മാറുന്ന വേളയിൽ അതിനെയൊക്കെ തടസ്സപ്പെടുത്തുന്നതിന് ഉദ്യമങ്ങൾ പലയിടത്തുണ്ടായിരുന്നു. അത് പിൻകാലത്ത് അത് മറ്റു തരത്തിലേക്ക് കടന്നു. വിവേകാനന്ദ പാറയിൽ ഉൾപ്പെടെ നമ്മൾ കണ്ട തരത്തിലാണ്. ആ വിവേകാനന്ദ പാറ അവിടെ ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ അവിടെ നേരിട്ടു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഈ ഒരു കുംഭമേളയിലേക്ക് വരുമ്പോഴും സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഈ ഒരു ഉദ്യമത്തെ തകർക്കുന്നതിന് വേണ്ടിയൊക്കെ ബോധപൂർവമായുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ
ആ സമയത്ത് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്ന തരത്തിലേക്ക് ഹൈന്ദവ സമൂഹം മാറിയിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നത്. കാരണം സ്വാമി ആനന്ദവനത്തിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ അനുമതി നൽകിയാലും ഇല്ലെങ്കിലും തങ്ങൾ കൃത്യമായിട്ട് തന്നെ കുംഭമേള എങ്ങനെയാണോ പറഞ്ഞത് പ്രകാരം തന്നെ നടത്തും എന്നുള്ളത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നദീ ഉത്സവം ഇന്നിപ്പോൾ ഈ മണ്ണിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം അന്ന് ആ നിലപാട് സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഹിന്ദു സമൂഹം ഒത്തൊരുമയോടെ അവിടെ നിന്നില്ലായിരുന്നുവെങ്കിൽ ഒരു ചിലപ്പോൾ ഈ പരിപാടി തന്നെ ഇന്ന് നടക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും അത്തരത്തിലുള്ള കൃത്യമായ ഇടപെടലുകൾ സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഉൾപ്പെടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതിൽ സംശയമേ ഇല്ല. ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞിരുന്നു, അതായത് ശബരിമലയിൽ പണ്ട് തീയിട്ട കാലത്ത് നമുക്കറിയാം, ശബരിമലയിൽ തീ വെച്ച സമയത്ത് അന്ന് ഹിന്ദു സമൂഹം അതിനെതിരെ കൃത്യമായിട്ട് പ്രതികരിക്കുകയോ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളോ ഒന്നും ആദ്യഘട്ടത്തിലുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് നിലയ്ക്കലിൽ കുരിശ് നാട്ടിയപ്പോൾ ആ കുരിശ് പിഴുതെറിയാനുള്ള ശ്രമം, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ആ ഒരു ഒത്തൊരുമയിലേക്ക് ഹൈന്ദവ സമൂഹം കടന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ആ ഹിന്ദു സമൂഹം ഒന്നടങ്കം ഒത്തൊരുമയോടുകൂടെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഈ ഒരു വിഷയത്തിലുൾപ്പെടെ, ഈ കുംഭമേളയിലേക്ക് നേരിട്ട പ്രതിസന്ധികളിൽ ഉൾപ്പെടെ ആ ഒത്തൊരുമ നമുക്കിവിടെ കാണാനായി. ഹൈന്ദവ സമൂഹം അല്ലെങ്കിൽ ദേശീയവാദികൾ എവിടെയൊക്കെ ഒത്തൊരുമയോടെ നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഈ അധർമ്മത്തിന് മൂല്യച്യുതി സംഭവിക്കുന്നു, അധർമ്മത്തെ എതിർക്കാൻ ശക്തിയുക്തം സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ ഈ ഒരു കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം സനാതനധർമ്മത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് രണ്ട് തരത്തിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. ഒന്ന്, 250 വർഷം മുൻപ് ബ്രിട്ടീഷുകാർ ഈ ഒരു കുംഭമേളയെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും ഇല്ലാതാക്കി എന്നുള്ള ഒരു കാര്യം. ആ ബ്രിട്ടീഷുകാർ ഇല്ലാതാക്കിയ സനാതനധർമ്മത്തിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട ഉത്സവം, ആ ഉത്സവം വീണ്ടും ഇവിടെ ധർമ്മധ്വജം ഈ മണ്ണിൽ ഗവർണർ ഏറ്റുന്നതോടുകൂടെ തന്നെ ഈ ഒരു ഉത്സവം ആരംഭിക്കുകയായി എന്നുള്ളതാണ്. ഏത് മണ്ണിൽ നിന്നാണോ ആ ധർമ്മധ്വജത്തെ ഇല്ലാതാക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്, അതേ മണ്ണിൽ അതേ ധർമ്മധ്വജം വീണ്ടും ഇവിടെ അല്പസമയത്തിനകം തന്നെ ഗവർണറുടെ നേതൃത്വത്തിൽ നിള നദിക്കരിയിൽ ഉയരാൻ പോകുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, അതേ മണ്ണിൽ തന്നെ ഇതേ സനാതനധർമ്മത്തെ അതിശക്തി പ്രാപിക്കുന്നതിനെ എതിർക്കുന്നതിന് ബോധപൂർവം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ശ്രമങ്ങളുണ്ടായി. പക്ഷേ ആ ശ്രമത്തെയും ഹൈന്ദവ ജനത മറികടന്നുകൊണ്ട് ഇവിടെ വീണ്ടും അവർ ശക്തിയുക്തം തങ്ങൾ എത്രത്തോളം ഒരുമിച്ച് നിന്നാൽ തങ്ങളുടെ പാരമ്പര്യം, തങ്ങളുടെ ആ കൾച്ചർ അത് കൃത്യമായിട്ട് തന്നെ അത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് തങ്ങളുടെ വിശ്വാസമാണ് എന്നുള്ളത് ഉറക്കെ ഒന്നുകൂടെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ ഈ ഒരു കുംഭമേളയുടെ ആദ്യ ദിനത്തിൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം ആളുകളാണ് ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്ന്. നമ്മൾ രാവിലെ ഒരുപാട് ആളുകളുമായി സംസാരിച്ചപ്പോൾ ആളുകളൊക്കെ തിരുവനന്തപുരത്ത് നിന്നുള്ള ആളുകളുണ്ട്, കാസർഗോഡിൽ നിന്നുള്ള ആളുകളുണ്ട്, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം ഈ ഹൈന്ദവ ജനത ഈ കുംഭമേളയെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ തിരക്ക് വലിയ രീതിയിൽ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത നന്നേ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ആരംഭ ദിവസത്തിൽ തന്നെ ഇത്രയേറെ തിരക്കുണ്ടാകുന്നു. അതും ആ നിള സ്നാനമാണെങ്കിലും ഇനിയിപ്പോൾ വൈകിട്ടോടുകൂടെ ത്രിസന്ധ്യയ്ക്ക് നടക്കാൻ പോകുന്ന നിള ആരതിയാണെങ്കിലും ഒക്കെ അതിലൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയാണ്. യുപിയിൽ നടന്ന കുംഭമേളയിൽ നമുക്കറിയാം കേരളത്തിൽ നിന്നും പോവുക എന്നുള്ളത് പലർക്കും ആ സമയത്ത് സാഹചര്യങ്ങൾ മൂലം കഴിയാതെ വന്നിട്ടുണ്ടാവും. അങ്ങനെ കഴിയാതെ വന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ TV സ്ക്രീനുകളിലൂടെ, നമ്മൾ ജനം TVയുടെ ഉൾപ്പെടെ സ്ക്രീനുകളിലൂടെ ആയിരിക്കും അവിടെ നടന്ന കുംഭമേളയിൽ അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ ചടങ്ങുകൾ, അതുപോലെ തന്നെ നിള സ്നാനവും നിള ആരതിയും ഒക്കെ അവർ TV സ്ക്രീനുകളിലൂടെ ആയിരിക്കും വീക്ഷിച്ചത്.